ഗ്രീറ്റിംഗ്സ് ഫ്രം ദ ത്രോൺ ഓഫ് ഗ്രേസ്. ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, മോശ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേൽ മക്കളുമായി മിസ്രൈം നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോരുകയാണ്. ഇവരെ മോശ മരുഭൂമിയിൽ കൂടി കനാൻ നാട്ടിലേക്ക് നടത്തുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിലെത്തി നിൽക്കുമ്പോൾ ഇവർ നിസ്സഹായരായി നിൽക്കുകയാണ്. കാരണം മുന്നിലേക്ക് പോകുവാൻ വഴിയില്ല. ചെങ്കടലാണ് അവർ കാണുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും? പോരാത്തതിന് പുറകിൽ ശത്രു സൈന്യത്തിൻ്റെ ശബ്ദം കേൾക്കാം. മിസ്രൈം നാട്ടിൽ നിന്ന് ഫറവോൻ തൻ്റെ മുഴുവൻ സൈന്യവുമായിട്ട്, മുഴുവൻ ആർമിയുമായി, കുതിരപ്പടകളും രഥങ്ങളും എല്ലാമായിട്ട്, മുഴുവൻ ഓഫീസേഴ്സുമായിട്ട് ഇവരെ പിന്തുടരുകയാണ്. ഇവരെ വീണ്ടും പിടിക്കാൻ വേണ്ടിയിട്ട്. മുൻപിൽ ചെങ്കടലും പുറകിൽ ശത്രു സൈന്യവും. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനം ഇവർ വിഷമിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവർ മോശയോട് പിറുപിറുക്കുകയാണ്. ഈ ഇസ്രയേൽ മക്കൾ മോശയോട് പിറുപിറുക്കുക, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഇതിലും ഭേദം അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞു മോശയോട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം. അതിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മോശ ദൈവത്തോട് നിലവിളിക്കുക. അവിടെ കാണുന്ന ദൈവത്തിൻ്റെ ആ മറുപടി, മോശയുടെ ഈ നിലവിളിയുടെ മുമ്പിലുള്ള ദൈവത്തിൻ്റെ മറുപടി, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ മറുപടിയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിച്ചു, മോശെ നീ വിഷമിക്കണ്ട, ഞാൻ ഇത്രയും വരെ നടത്തിയില്ലേ, ഇത്രയും അത്ഭുതകരമായിട്ടല്ലേ നിങ്ങളെ നടത്തിയത്, ഇനിയും ഞാൻ നടത്തും, ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം, അങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ മറുപടി എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു മറുപടിയായിപ്പോയി. മോശയോട് ദൈവം പറയുക, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ പിറുപിറുത്ത് വഴക്കുണ്ടാക്കി നിൽക്കുന്ന ഇസ്രയേൽ മക്കളുണ്ടല്ലോ, അവരോട് നീ പറ മുന്നോട്ട് പോകാൻ പറ. എങ്ങോട്ടാ മുന്നോട്ട് പോകുന്നത്? മുമ്പിൽ വഴിയില്ല. മുമ്പിൽ കാണുന്നത് ചെങ്കടല. ഇവിടോട്ട് എന്തിനാ കൊണ്ടുവന്നത്? ഞങ്ങളെ മരിക്കാൻ കൊണ്ടുവന്നതാണോ? അവിടെ തന്നെ ഇട്ടിട്ട് പോന്നാൽ പോരായിരുന്നോ? അവിടെ കിടന്ന് ഞങ്ങൾ മരിച്ചോളുമല്ലായിരുന്നോ? അല്ലെങ്കിൽ അവിടെ ഞങ്ങൾ അടിമവേല ചെയ്തോളായിരുന്നല്ലോ? ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ വഴിയില്ല. ചെങ്കടലിൽ കൂടി നടന്നു പോകുന്ന ഒരു ചരിത്രം ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ കാര്യമായി ഇന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറയാനായിട്ട് മോശയോട് ആവശ്യപ്പെട്ടത്. അത് തന്നെയല്ല, അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ മോശയ്ക്കുള്ളതാണ്. മോശയോടുള്ള മറുപടി എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്നറിയാമോ? നീ ഈ കടലിനെ ഡിവൈഡ് ചെയ്യാൻ നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മോശ ദൈവത്തോട് നിലവിളിക്കുക. ഈ സാഹചര്യത്തിൽ മുന്നിൽ വഴിയില്ല, പുറകിൽ ശത്രു സൈന്യം അടുത്തു വരുന്നു, ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഞാൻ എങ്ങനെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും? ഒരു നിവൃത്തിയുമില്ലാതെ ദൈവത്തോട് നിലവിളിച്ച മോശയോട് പറയാം, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? നീ ഈ കടലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരിക്കലും എന്തോ ഒരു പറച്ചിലാണ് അത് വല്ല നിവൃത്തിയുമുള്ള കാര്യമാണോ? കടലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഈ പ്രാർത്ഥിച്ച മോശയോട്, ഒരു രക്ഷയും കാണുന്നില്ലേ എന്ന് കരഞ്ഞ് നിലവിളിച്ച മോശയോട് പറയാം, നീ ഈ കടലിനെ ഡിവൈഡ് ചെയ്യാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാര്യം. എന്തായാലും ഈ പിറുപിറുക്കുന്ന ജനമുണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ, അവർ പക്ഷെ മോശയുടെ വാക്കിനെ അങ്ങ് അനുസരിച്ചു. ഈ മോശയുണ്ടല്ലോ, ദൈവത്തിൻ്റെ വാക്കിനെയും അങ്ങ് അനുസരിച്ചു. ഈ മോശ തൻ്റെ വടി ഉയർത്തിക്കൊണ്ട് കൈ നീട്ടി. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞ ഇസ്രായേൽ മക്കൾ, അവർ കടലാണെന്നുള്ളത് വകവയ്ക്കാതെ ദൈവത്തിൻ്റെ വാക്കിന് അവർ മുന്നോട്ട് ചുവട് വെക്കുന്നതിനനുസരിച്ച് അവിടെ വഴി വെളിപ്പെട്ട് വന്നു. ചെങ്കടലിനകത്തൂടെ ഇവർക്ക് വേണ്ട വിശാലമായ വാതിൽ തുറന്നു വന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനകത്ത് ശിഷ്യന്മാരുമായിട്ട് യേശു യാത്ര ചെയ്യുക, കടലിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുക, പടകിൽ പോകുക. പെട്ടെന്ന് ചുഴലിക്കാറ്റടിച്ചു. യേശു കിടന്ന് ഉറങ്ങുക കേട്ടോ. ചുഴലിക്കാറ്റടിച്ചു. ഈ തിരമാലയെല്ലാം കൂടി തള്ളിക്കയറി പടകിനകത്തോട്ട് വന്നിട്ട് വെള്ളം കയറുക പടകിനകത്തോട്ട്. പടക് മുങ്ങാറായി. പെട്ടെന്ന് ഈ ശിഷ്യന്മാർ കരഞ്ഞ് നിലവിളിച്ചു, അയ്യോ കർത്താവേ, ഞങ്ങൾ ഈ നശിച്ചു പോകുന്നതിൽ നിനക്കൊരു വിചാരമില്ലേ? നീ ഇങ്ങനെ ഉറങ്ങുകയാണോ എന്നുള്ള പോലെ. യേശു എണീറ്റു.
യേശു എണീറ്റിട്ട് ഞാൻ ഓർത്തു നിങ്ങൾ പേടിച്ചു പോയല്ലേ, സാരമില്ല എന്നൊക്കെ പറയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കാരണം ഇത് കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റല്ലേ. ചുഴലിക്കാറ്റ് ഇവർ കരയ്ക്ക് നിൽക്കുകയല്ലല്ലോ, കടലിനകത്തല്ലേ, ഇവർ പടകിൽ യാത്ര ചെയ്യല്ലേ. ഈ ചുഴലിക്കാറ്റടിച്ച് വെള്ളമെല്ലാം കൂടി പടകിനകത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ അപകടമല്ലേ. അവരെങ്ങനെ കരഞ്ഞ് നിലവിളിക്കാതെ ഇരിക്കും നമ്മളുടെ ബുദ്ധിയിൽ നോക്കിയാൽ. പക്ഷേ യേശു എഴുന്നേറ്റിട്ട് ഒരു പറച്ചിൽ, യേശുവിൻ്റെ ഒരു വാക്ക്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ എന്ത്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകേണ്ട കാര്യം എന്താന്ന്. ഈ കൊടുങ്കാറ്റ് കടലിനകത്തടിച്ച് ഇവർ കരയ്ക്ക് നിൽക്കുകയല്ല, പടകിനകത്ത് പോവുക, പടകിനകത്താണ് ഈ വെള്ളമെല്ലാം തള്ളിക്കയറുക. ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവർ കരഞ്ഞ ഇവരോട് യേശു പറയുക, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ എന്ത്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ എന്ന്. ഈ ചെങ്കടലിനകത്തുനിന്ന് രക്ഷപ്പെടുന്ന കാര്യവും ഈ വിശ്വാസവും തമ്മിൽ എന്താ ഇത്ര ബന്ധം എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ കർത്താവ്, പക്ഷേ കർത്താവിൻ്റെ പറച്ചിൽ, ഞാനിവിടെ അങ്ങ് ഉറങ്ങുമായിരുന്നല്ലോ, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ എന്താ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ, നിങ്ങൾ അങ്ങോട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ, ഇത് എന്നെ വെറുതെ വിളിച്ചുണർത്തേണ്ട കാര്യമുണ്ടോ, നിങ്ങൾക്കിത് ഡീൽ ചെയ്യേണ്ടേ അല്ലേ ഉള്ളോ എന്ന പോലെ കർത്താവ് വന്നിട്ട് ഒരു അടങ്ങാൻ പറഞ്ഞു. കടലടങ്ങി, അവർ ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ കർത്താവ് പറയുന്ന വേറെ ഒരു കാര്യമുണ്ട്. ഒരു വലിയ പർവ്വതം കണ്ടപ്പോഴത്തേക്ക് കർത്താവ് ശിഷ്യന്മാരോട് പറയാം, ഈ പർവ്വതം ഉണ്ടല്ലോ, ഇതിനോട് നിങ്ങൾ വാഗൊണ്ട് പറയുക, നിങ്ങൾ ഒരു കടുകുമണിയോളം വിശ്വാസം മതി, നിങ്ങളോട് ഇതിനോട് വേരോടെ പിഴുത് കടലിലോട്ട് പോകാൻ പറഞ്ഞാൽ അത് പൊക്കോളൂന്ന്. കർത്താവിൻ്റെയും ഒക്കെ കർത്താവിൻ്റെ വാക്കുകൾ എന്തൊക്കെ വാക്കുകളാണ്. ചുഴലിക്കൊടുങ്കാറ്റ് വന്നാലും ശരി, ചെങ്കടൽ വന്നാലും ശരി, മുന്നിൽ പർവ്വതം വന്നാലും ശരി, ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്നോട് നിലവിളിക്കുന്നത് എന്ത്, ഭീരുക്കളാകാൻ എന്ത്, നിങ്ങൾ പറഞ്ഞാൽ ഈ മല അങ്ങോട്ട് പോകും, കടലിലോട്ട് പോകുമല്ലോ. ഇതൊക്കെയാണ് കർത്താവിൻ്റെ വാക്കുകൾ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ കർത്താവ് പറഞ്ഞതാണെങ്കിൽ അതിനകത്തൊരു വാസ്തവം അല്ല, സത്യമുണ്ട്, അതിനകത്തൊരു സത്യമുണ്ട്. നമ്മളത് അനുസരിച്ചാൽ, മോശ അനുസരിച്ചതുപോലെ, ഇസ്രായേൽ മക്കൾ അനുസരിച്ചതുപോലെ നമുക്കും ആ വാക്കിനെ വിശ്വസിക്കാൻ പറ്റിയാൽ നമ്മളുടെ ജീവിതത്തിലും അത്ഭുതം കാണും. കർത്താവ് പറയാ, ഇതിനകത്തൊക്കെ എന്നെ എന്തിനാ ഈ വിളിച്ചപേക്ഷിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഞാൻ തന്നിട്ടുണ്ടെന്നേ എന്ന് കർത്താവ് പറയാം. കർത്താവ് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് സംശയമുണ്ടോ? നമുക്ക് ശക്തി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ലാത്തത് കൊണ്ട് മോശയെ പോലെ അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുക. പക്ഷേ കർത്താവ് പറയാം, നിങ്ങളിങ്ങനെ നിലവിളിക്കുന്നത് എന്താ, നിങ്ങളിതങ്ങ് കൈകാര്യം ചെയ്തോ, നിങ്ങളെക്കൊണ്ട് പറ്റും. കടലാണോ, ചെങ്കടലാണോ, കൊടുങ്കാറ്റാണോ, അതോ പർവ്വതമാണോ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തിന് ഇതിൻ്റെ ഏത് രൂപമാണ് ഉള്ളത്, എന്താണേലും അതിനെ ഡീൽ ചെയ്യാൻ, അതിനെ ജയിക്കാൻ, അതിനെ മറികടന്ന് അപ്പുറത്ത് പോകാൻ, ജയാളികളായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ നിലവിളിച്ച് എന്നോട് നിലവിളിക്കുന്നത് എന്ത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ചോദിച്ചെങ്കിൽ അതങ്ങനെ തന്നെ നമുക്കതിനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.